കണ്ണുണ്ടായിട്ടും കാട് കാണാതെ പോകുന്നവരാണ് അധികാരികൾ. ലക്ഷങ്ങൾ ചെലവിട്ട് വാങ്ങിയ വസ്തു കാട് കയറിയിട്ടും വാടക കെട്ടിടത്തിന് 10,000 ചെലവാക്കുകയാണ്. സിസ്റ്റം ഫെയിലുവറിന്റെ മറ്റൊരു മകുടോ ഉദാഹരണത്തിന്റെ വിശേഷത്തിലേക്കാണ് ഇനി. ഇതൊരു അനാസ്ഥയുടെ കഥയാണ്. ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മൂലം ജനപ്രതിനിധികൾ കണ്ടില്ലെന്ന് നടിച്ചതുകൊണ്ട് കാടുകേറിപ്പോയ ഒരു സർക്കാർ സംവിധാനത്തെക്കുറിച്ച് ഒരു ഓഫീസിന്റെ കഥ. സ്ഥലം പാരിപ്പള്ളി പോസ്റ്റ് ഓഫീസ്. പാരിപ്പള്ളിയിൽ നിന്ന് മടത്തറ റോഡിലേക്ക് കയറുമ്പോഴാണ് ഒറ്റമുറിയിലെ ഈ പോസ്റ്റ് ഓഫീസ് ഉള്ളത്. അസൗകര്യങ്ങളുടെ വീർപ്പുമുട്ടലുകൾക്കിടയിലും ഒരു നാടിന്റെ ആശയവിനിമയ സംവിധാനത്തിന്റെ കണ്ണിയായി നിലകൊള്ളുകയാണ് ഈ പോസ്റ്റ് ഓഫീസും. വാടക കെട്ടിടത്തിലെ പോസ്റ്റ് ഓഫീസിന് സ്വന്തം സ്ഥലവും കെട്ടിടവും വേണമെന്ന തോന്നലുണ്ടായത് 30 വർഷം മുമ്പ്. ഒട്ടും വൈകിയില്ല. പാരിപ്പള്ളി ജംഗ്ഷന് സമീപം 10 സെന്റ് സ്ഥലം വാങ്ങി. മൂന്ന് ദശാബ്ദങ്ങൾക്കിപ്പുറം ആ പോസ്റ്റ് ഓഫീസിന് എന്ത് സംഭവിച്ചുവെന്ന് കാണണ്ടേ? കാണേണ്ടതാണ് ആ കാഴ്ച. നിലവിലെ ഒറ്റമുറി കെട്ടിടത്തിലെ ഓഫീസിന് പ്രതിമാസ വാടക 10,000 രൂപ. എന്തിനിത്രയും തുക നൽകി വാടക കെട്ടിടത്തിൽ തുടരുന്നുവെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. ഇത്രയും വികസനങ്ങളുള്ള പാരിപ്പള്ളിയിൽ ഈ ഇപ്പോൾ നിലവിലുള്ള പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് പോലും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിട്ട് പോലും അവിടെ ഇതൊരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടികളും ഇന്ന് ഉണ്ടായിട്ടില്ല. പോസ്റ്റ് ഓഫീസ് കെട്ടിടം പണിയാൻ ആരും ഉത്സാഹിച്ചില്ല. വസ്തു വാങ്ങാൻ മുന്നിൽ നിന്നവർ സർവീസിൽ നിന്ന് വിരമിച്ചു. പുതുതായി എത്തിയവർക്ക് വാടക കെട്ടിടം തന്നെ ശരണം. സ്ഥലം MPA അടക്കം പലകുറി കണ്ട് ആവശ്യമുന്നയിച്ചുവെന്ന് പ്രദേശത്തെ ജനപ്രതിനിധികൾ പറയുന്നു. ഇത് പലതവണ നമ്മുടെ കൊല്ലത്തിന്റെ MP നേരിട്ട് കണ്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ട് ഇതുവരെ സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത ജനങ്ങളുടെ ഏറ്റവും വലിയ സങ്കടമാണിത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി വസ്തു ഏറ്റെടുത്തപ്പോഴും നല്ലൊരു തുക പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചു. എന്നിട്ടും കെട്ടിടം പണിതില്ല. ആര് കെട്ടിടം പണിയാൻ പണം നൽകുമെന്ന് പരസ്പരം ചോദിക്കുകയാണ് ജനപ്രതിനിധികൾ. പുരയ്ക്കുമീതെ മരം ചാഞ്ഞാൽ അതും ഞങ്ങൾക്കൊരു തണലെന്ന് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥരും നമുക്കിടയിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാട് മൂടിയ ഭാഗം. 30 വർഷം മുമ്പ് ഒരു പോസ്റ്റ് ഓഫീസിനായി കണ്ടെത്തിയ സ്ഥലമാണ് ഇങ്ങനെ സ്വാഭാവിക വനമായി പടർന്നു പന്തലിച്ചിരിക്കുന്നത്. കൊല്ലത്ത് ക്യാമറമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ് 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.